ഹലോ, ഇന്ന് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ ആവിയിൽ വേവിച്ചെടുത്ത് എന്നാൽ ടേസ്റ്റിനൊട്ട് ഒട്ടും കുറവില്ലാത്ത നല്ല സോഫ്റ്റ് ലഡു വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടിപ്പോവരുത്, ഒരു നുള്ളൊക്കെ മതിയാവും, ചേർത്തിയാൽ മതി. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് കട്ടകളില്ലാതെ ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം പാടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലൂസിലാണ് കേട്ടോ ഉണ്ടാവുക, ദാ ഇതുപോലെ. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരന്ന പാത്രമാണെങ്കിലും എടുക്കാം, നമുക്കൊന്ന് ആവിയിൽ ജസ്റ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഞാൻ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ശേഷം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ പൊടിക്കണ ജാറുണ്ടല്ലോ, അതിലേക്ക് ഇത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാവൂ. അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് കറക്കരുത്, അപ്പോൾ പൊടിഞ്ഞല്ല വരിക, അത് കട്ട പിടിച്ചിട്ട് വരിക. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുക കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഇതുപോലെ ആവണ വരെയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി ആ പാനിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിയിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് ഏകദേശം ഒരു നൂല് പാകമാകണ വരെയൊക്കെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2-3 ഏലക്കായ ഒന്ന് നല്ലവണ്ണം ചതച്ചുമ്പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ ഒരു നൂൽ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്തത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നും പാടെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരപ്പാനിയൊക്കെ ഇതിലേക്ക് പിടിച്ച് ഒന്ന് വറ്റി വരുന്ന ആ പാകാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണും പാടെ നെയ്യ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഏകദേശം ഇത് വറ്റിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ച ഉണക്കമുന്തിരി കേട്ടോ, കറുപ്പ് മുന്തിരിയും പാടെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും പാടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടിച്ച് വെക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറു ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. നല്ലവണ്ണം അങ്ങോട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്. ചെറു ചൂടിൽ തന്നെ ഇത് നമുക്ക് ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലാക്കിയിട്ട് നമുക്കിത് നല്ലവണ്ണം തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കളറിലുള്ള ലഡു വേണ്ടവർക്ക് പഞ്ചസാര പാനിയിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ഏത് കളറാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത ഈ ലഡു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.